ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മൾ മദീനയിലാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 8 ദിവസം. സോ വെൽക്കം ടു ദ സിറ്റി ഓഫ് പ്രോഫിറ്റ്. വളരെ റാൻഡം ആയിട്ട് എടുത്ത വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഒന്നും വേറൊരു വീഡിയോയിലേക്ക് ചിലപ്പോൾ യാതൊരു വിധത്തിലുള്ള കണക്ഷൻസും ഉണ്ടാവില്ല. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞു, നമ്മളുടെ മക്ക ജീവിതം കഴിഞ്ഞു, നമ്മൾ മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു മദീനയിൽ. ശരിക്കും മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഡീപ്പ് സെൻസ് ഓഫ് പീസ്ഫുൾനെസ്സും അതുപോലെ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂഷ്വലി നമ്മൾ ഉംറക്കൊക്കെ വരുന്ന സമയത്ത് മേ ബി മദീനയിൽ 1 or 2 days ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യണത്. അൽഹംദുലില്ലാ നമുക്കിവിടെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ് ആയിരുന്നു. ഭയങ്കര പ്രത്യേകതകളുള്ള ബിൽഡിംഗ് ആയതുകൊണ്ടൊന്നല്ല കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ നമുക്ക് നമസ്കരിക്കാൻ പോവാനും വരാനും പെട്ടെന്ന് തന്നെ നമ്മളെ ആ ലേഡീസിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്താനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. മസ്ജിദുൻ നബവി വിസിറ്റ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, മസ്ജിദുൽ ഹറമിൻ്റെ പോലെ തന്നെ ഒരു വാസ്റ്റ് ഏരിയ അല്ല. ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും അതാത് സ്ഥലങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇമാമിൻ്റെ ബാക്കിലായിട്ട് കറക്റ്റ് നിൽക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജമാഅത്ത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ബിൽഡിംഗ്. ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ലോബി. ഇവിടെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഞങ്ങളുടെ ലിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതൊരു ഒന്നൊന്നര ലിഫ്റ്റാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളോളം UAE താമസിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു ലിഫ്റ്റ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ലിഫ്റ്റ് നമ്മളെ പറ്റിക്കും. അപ്പം നമുക്കിവിടെ ഉണ്ടായിരുന്നത് 3 ലിഫ്റ്റാണ്, A, B and C. അപ്പോൾ ഏത് ഫ്ലോറിലേക്കാണോ നമുക്ക് പോകേണ്ടത് അതാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ശരിക്കും എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു കാൽക്കുലേറ്റർ പോലെ തോന്നി, എന്താണെന്ന് വലിയ ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് താഴെ പോകണം. അതിനുവേണ്ടി ഞാൻ 0 പ്രസ് ചെയ്തപ്പോൾ ഡിസ്പ്ലേയിൽ C എന്നാണ് കാണിച്ചത്. അതനുസരിച്ച് ഞാൻ ലിഫ്റ്റ് Cൻ്റെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ അതൊരു ഒന്നൊന്നര വെയിറ്റിംഗ് ആണ്. അപ്പോഴേ ലിഫ്റ്റ് നമ്പർ Cയിൽ കയറിയാലും മാത്രമേ നമ്മൾ വിചാരിച്ച ഫ്ലോറിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അകത്തൊന്നും നമ്പേഴ്സ് ഇല്ല നമുക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്ത് നമ്മൾ ഏത് നമ്പറാണോ പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഏത് ലിഫ്റ്റാണോ വരുന്നത് അതിൽ കയറിയാലും മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫ്ലോറിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. മിക്ക സമയത്ത് നിന്ന് മടുക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടി 2 സോഫ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ പള്ളിയിൽ പോകുന്നതിനൊരു തടസ്സമല്ല കേട്ടോ. കാരണം താഴെ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് 2 minutes കൊണ്ട് നമുക്ക് പള്ളീൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ 6th ഫ്ലോറിലായതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് സ്റ്റെയർ എടുക്കുക എന്ന് പറഞ്ഞത് അത്ര വലിയ ടാസ്കും അല്ലായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ ഞങ്ങളുടെ റൂം. ഞങ്ങൾ 5 പേരായിരുന്നു ഇവിടെ റൂം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മക്കയിലെ പോലെ നമുക്കിവിടെ കുക്കിങ്ങോ കിച്ചൺ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങി കഴിക്കണം. നമ്മളുടെ ഈ ഒരു കോറിഡോറിൽ 5 പേരുള്ള 3 റൂംസാണ്. അപ്പം നമ്മൾ ഈ 3 റൂമുകൾക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബാത്റൂംസാണ് ഉണ്ടായിരുന്നത്. പിന്നെ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ നമ്മളിവിടെ താമസിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് വന്നപ്പോൾ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. നമുക്ക് ഈ കേരള ഫുഡ് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊരു ഈജിപ്ഷ്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു മിക്സ് ഗ്രില്ലും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പിക്കിൾഡ് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ സൂപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ പേരാണ് കൊഷാരി. ഇത് ഹൈലി പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ആൻഡ് ടേസ്റ്റ് വൈസും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളത് ലെൻറ്റിൽസും അതുപോലെ ഫ്രൈഡ് ഓണിയൻസും ആണ്. അതിൻ്റെ താഴെ നമ്മളുടെ മാക്രോണീൻ്റെ ആ ഒരു സംഭവമില്ലേ, കുറച്ച് മാക്രോണി, അതുപോലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സേമിയ നൂഡിൽ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വെജിറ്റേറിയൻ വേർഷനാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള സംഭവം. പിന്നെ ഇതിൽ തന്നെ അവർ നമുക്ക് കീമ ഒക്കെ ആഡ് ചെയ്തിട്ട് തരും. പിന്നെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള 2 സോസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് വരുന്നത്. ഇവരെയൊക്കെ നമ്മൾ കഴിഞ്ഞ നോമ്പിന് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിചയം പുതുക്കിയതാണ്. ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ പൈ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു നോൺ വെജ് പൈ ആണ്. ഇതിൽ തന്നെ അവർ സ്വീറ്റ് ആക്കിയിട്ട് തരും, ലൈക്ക് ന്യൂട്ടല്ല അല്ലെങ്കിൽ ചീസ്, അതുപോലെ പല സാധനങ്ങളും, ചീസ് ആൻഡ് ക്രീം, ബനാന ആൻഡ് ക്രീം, അങ്ങനെ പല ഫില്ലിങ്സും ആയിട്ട് ഈ ഒരു പൈ വരുന്നുണ്ട്, അവരിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു നോൺ വെജ് പൈയാണ്. ഇത് ആക്ച്വലി ഒരു ഫുൾ പിസ്സാൻ്റെ ഒരു ചീസ്, പിന്നെ ക്യാപ്സിക്കം, കീമ, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പൈയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ സ്വീറ്റ്സ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് ഒരു ചീസ് ഫിൽഡ് ബസ്ബൂസ ഉണ്ട്. ഉള്ളിൽ ക്രീമും ചീസൊക്കെ ആയിട്ട് ഉള്ളൊരു ബസ്ബൂസ. അത് അടിപൊളിയാണ്. പിന്നെ കുനാഫ ഉണ്ട്, ബക്ലാവ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ബിലാൽ മസ്ജിദിൻ്റെ സൈഡിൽ ഒരുപാട് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് വരും ഈ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അതിൻ്റെ ഒരു ഫ്രണ്ടേജ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് നടന്നു വന്നതാണ് ഇങ്ങോട്ട്. ഇനി തിരിച്ച് പള്ളിയിലേക്ക് തന്നെ പോവാണ്. ഈ അസർ ടു മഗ്രിബ് അത്യാവശ്യം നല്ല ടൈം ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകാറ്. അങ്ങനെ അടുത്തൊരു ദിവസം നമ്മൾ മസ്ജിദുൽ ഖുബയിൽ പോവാണ് അസറിന് ശേഷം. ഗേറ്റ് നമ്പർ 309 310 ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ടാവും. പെർ പേഴ്സൺ 10 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസ്ജിദുൽ ഖുബൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇറങ്ങാം. അങ്ങനെ നടന്നു പോയി വരാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നെ കാർഡ് സർവീസ് എടുത്തു കേട്ടോ. റിട്ടേൺ ഈ സെയിം കാർഡ് സർവീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ നടന്നാണ് വന്നത്. അങ്ങനെ ഒരു കാർട്ട് ഫുള്ളായാലും മാത്രമേ അവരത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബിലാൽ മസ്ജിദിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിർത്തിയതിന് ശേഷം എല്ലാവരുടെ അടുത്തുനിന്നും ക്യാഷ് കളക്ട് ചെയ്യും കേട്ടോ. അപ്പം നമുക്കിനി മസ്ജിദുൽ ഖുബയിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ച് മഗ്രിബ് ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തണം. കാർട്ട് ഫുള്ളായി കഴിഞ്ഞപ്പോൾ നമ്മൾ സീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ റിസ്വാൻക്കൊക്കെ ഫ്രണ്ട് സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ഇന്തോനേഷ്യയുള്ള ഒരു കപ്പിളുമായിരുന്നു കേട്ടോ. അവർക്ക് ഞാൻ ഇന്ത്യയിൽ നിന്നെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കാർട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ മദീന ഇത്ര അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യണത്. ഇവിടെ മുതൽ മസ്ജിദുൽ ഖുബ വരെ ഇതുപോലെ ഫുഡ് പാത്ത് ഉണ്ട് കേട്ടോ. വലിയ ഫുഡ് പാത്താണ്, മാത്രമല്ല അതിൻ്റെ 2 സൈഡിലും കംപ്ലീറ്റ്ലി മാർക്കറ്റ്സ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മാർക്കറ്റ്സ് ഒക്കെ കാണുന്നത്. കാരണം മദീനയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര വലിയ ഡ്യൂറേഷനിലൊന്നും നമ്മൾ സ്റ്റേ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ മദീനയിൽ ഈ ഒരു സ്ഥലത്ത് വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പ് ചെയ്തിട്ട് പോവാം കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹജ്ജിൻ്റെയും നോമ്പിൻ്റെയൊക്കെ സമയത്ത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഷോപ്സും ഇവിടുത്തെ മാർക്കറ്റ്സ് ഒക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. നമ്മൾ മക്കയിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അല്ലെങ്കിലും വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ എനിക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫുട്പാത്ത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ മസ്ജിദുൽ ഖുബൻ്റെ ഫ്രണ്ടിലാണ് എത്തിപ്പെടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റ് നമ്പർ 309 310 ഇതിൻ്റെ രണ്ടിൻ്റെയും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ കാർഡ്സ് അവൈലബിൾ ആവുക. മാത്രമല്ല നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന, അതായത് ഏറ്റവും പള്ളീൻ്റെ ഫ്രണ്ട് സൈഡ് ഉണ്ട്. അതായത് ഗേറ്റ് നമ്പർ 332 മുതൽ 36 വരെയുള്ള ഗേറ്റുകൾ പള്ളീൻ്റെ ഫ്രണ്ട് സൈഡാണ്. അവിടെ നിന്നും ഇതുപോലെ കാർഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് പള്ളീൻ്റെ ചുറ്റും കാണാൻ വേണ്ടിയിട്ടും അതുപോലെ അവിടെ നിന്നും ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് കുബയിലേക്കുള്ള കാർഡ് സർവീസ് അവൈലബിൾ ആണ്. പക്ഷേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർഡ് സർവീസിന് 15 റിയാലോ അതോ 20 റിയാലോ ആണ് അവർ പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് നേരെ എൻട്രൻസ് ഉണ്ടായിരുന്നത് 337 338 ഗേറ്റ് നമ്പറിലൂടെ ആയിരുന്നു. അതിൽ തന്നെ ഗേറ്റ് നമ്പർ 338 നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലേഡീസിൻ്റെ പ്രെയർ ഹാളിലേക്ക് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതേ ദൂരത്തുനിന്ന് നമുക്ക് മസ്ജിദുൽ ഖുബ കാണുന്നുണ്ട്. ഏകദേശം എത്താനായിട്ടുണ്ട്. പിന്നെ അസറിൻ്റെ സമയമാണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 3:30 3:15 ആകുമ്പം അസർ ബാങ്ക് കൊടുക്കും. അസർ നമസ്കാരമൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഗ്രിബ് നമസ്കാരം വരുന്നത് 6:30 6:45 സമയത്താണ്. അപ്പോൾ ഒരു 3 3:30 മണിക്കൂർ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടും. അഗെയിൻ ഗേറ്റ് നമ്പർ 309 310 അതിൻ്റെയൊക്കെ പുറത്തേക്ക് കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കുറേ കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ.
അപ്പോൾ കേരള ഫുഡ് തന്നെ വേണമെന്നുള്ളവർക്ക് അവിടെ പോയാൽ കേരള ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഖുബയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പള്ളിയും ഇതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ മുന്നേ ഇവിടെ വന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്ന് അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആളുകൾ പൊതുവേ കുറവാണ്. അപ്പം നിസ്കാരം കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം തിരിച്ചു പോകണം. കാരണം മഗ്‌രിബ് ആകുമ്പോൾ അവിടെ എത്തണമെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ് തന്നെ നമുക്ക് നടക്കാനുണ്ട്. ഇവിടുത്തെ പള്ളികളുടെ ഇൻറ്റീരിയേഴ്സും ലൈറ്റിങ്ങും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ കുറേ നേരം അതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. മാത്രമല്ല പല നാടുകളിൽ നിന്നുള്ള ആളുകളും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പല ആളുകളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതും നമുക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നും. ഇങ്ങനെ പള്ളികളൊക്കെ വിസിറ്റ് ചെയ്യുമ്പം എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളുടെ ബാഗിലൊരു പ്ലാസ്റ്റിക് കവർ വെക്കണത് നല്ലതാണ്. കാരണം നമ്മൾ ഷൂ അല്ലെങ്കിൽ നമ്മൾ ഫുട് വെയർ എപ്പോഴും ഒരു കവറിലാക്കിയിട്ട് നമ്മളെ കൂടെ തന്നെ പള്ളീൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഷൂ മിസ്സിങ് ആയിരിക്കും. അങ്ങനെ മസ്ജിദുൽ ഖുബയിൽ നമ്മൾ നടന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഏകദേശം മഗ്‌രിബിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പം മഗ്‌രിബും കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ്. അപ്പോൾ ഇശാ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ കണ്ട ആ ഒരു മാർക്കറ്റ്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയാലോ എന്നൊരു ആഗ്രഹം. അങ്ങനെ വന്നപ്പോഴാണ് ദ ഓൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് നമ്മൾ കണ്ടത്. നല്ല ലൈറ്റിങ്സും ട്രഡീഷണൽ രീതിയിലുള്ള ആ ഒരു മതിലും പിന്നെ അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പാം ട്രീസും. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്യാമലുണ്ട്. അത് ഒറിജിനൽ ആണെന്ന് അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമലിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഒരു ഹെറിറ്റേജ് വില്ലേജ് കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയിട്ട് വരാം. അറബികളുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിംഗ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. പലതിൻ്റെയും സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. മുസല്ല, പിന്നെ അതുപോലെ പെർഫ്യൂംസ്, ഹൂദ്, ക്ലോതിങ്. പിന്നെ ഈ ഒരു പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ പ്രൈസസ് ഒക്കെ കുറച്ച് ഹൈ ആണ്. എന്നാലും നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ മാത്രം വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും അവിടെ സെയിലാക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഒന്നുമില്ല. ഒരു 1 2 ഷോപ്സ് ഉണ്ട് ഈ ഒരു സൈഡിൽ. അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ഇതുപോലെ ബാസ്ബൂസ, കുനാഫ, ബക്ലാവ അങ്ങനെ ഇവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ആണുള്ളത്. നമ്മളുടെ ഡിന്നർ ടൈം ഓൾമോസ്റ്റ് ഒരു അസർ ടു മഗ്‌രിബിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഡിന്നർ കഴിച്ചുകൊണ്ട് നമ്മളൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലാണെങ്കിൽ ശരിക്കും ഞങ്ങളൊരു 5 കഴിഞ്ഞാൽ പിന്നെ ടീ, കോഫി ഒന്നും കുടിക്കാറേ ഇല്ല. ഇവിടെ പക്ഷേ നമുക്ക് ഇനി തിരിച്ചു പോകണമെങ്കിൽ ഒരുപാട് കിലോമീറ്റേഴ്സ് നടന്നിട്ട് വേണം നമ്മൾ റൂമിലെത്താൻ. റൂമിലെത്തുമ്പോഴത്തേക്കും നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടാവും. പിന്നെ ബെഡ് കാണേണ്ട താമസം നമ്മൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് എത്ര ലേറ്റ് നൈറ്റായിട്ട് നമ്മൾ ടീ കുടിച്ചാലും കോഫി കുടിച്ചാലൊന്നും അതൊന്നും നമ്മളെ ഉറക്കിനെ ബാധിക്കില്ല കേട്ടോ. അങ്ങനെ കോഫി കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ചുറ്റുമുള്ള ഷോപ്സൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടോ. ഇനി വെറൈറ്റി ആയിട്ടുള്ള വല്ല സാധനങ്ങളും ഉണ്ടോ എന്നൊക്കെ നോക്കിയതാണ് ഞാൻ. ഞാൻ പൊതുവേ ഓർണമെൻറ്റ്സ് ഒന്നും വെയർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസാണ് ഇവരുടെ അടുത്ത്. നമ്മളെ നാട്ടിലെ ഈ ഒരു മലബാറും ഇതൊക്കെ തോറ്റു പോകും കേട്ടോ ഇവരുടെ ഡിസൈൻസിൻ്റെ മുന്നിൽ. അത്രയും അടിപൊളി ഡിസൈൻസാണ്. ഈ ഒരു പ്രെയർ മാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കട്ടിയുള്ള മാറ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നായിരുന്നു. എക്സാക്ട്ലി പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത വിലയായിരുന്നു. സീസൺ ആയിട്ടും ഇവിടെ പൊതുവേ കച്ചവടങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ആൻഡ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഏരിയ മാത്രമേ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിലുള്ള ഒരുപാട് സ്റ്റോൾസ് ഇങ്ങനെ അൺഒക്യുപ്പൈഡ് ആയിട്ട് വെറുതെ ഫ്രീ ആയിട്ട് പൂട്ടി കിടക്കുകയാണ്. ഇത് ബാംബൂ ബ്രഷ് ആട്ടോ. ഇതിൻ്റെ ബ്രിസിൽസ് എന്തോ ബാംബൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ലൈക്ക് കൈൻഡ് ഓഫ് ഒരു ഓർഗാനിക് ടൂത്ത് ബ്രഷ്.
ക്വാളിറ്റി വൈസ് നല്ല ടൂത്ത് ബ്രഷാണ്. നല്ല സോഫ്റ്റ് ബ്രിസിൽസ് ആണ്. അത്യാവശ്യം എക്സ്പെൻസീവും ആണ് കേട്ടോ. ബാക്കി സ്റ്റോൾസ് ഒക്കെ ഇതുപോലെ അൺഓക്യുപ്പൈഡ് ആയിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഇതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അത്യാവശ്യം ചീപ്പറായിട്ട് നമുക്ക് റോട്ടി കറിയൊക്കെ കിട്ടുന്ന പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു സൈഡിൽ. ഇതിൻ്റെയും അപ്പുറത്താണ് നമ്മളുടെ മെയിൻ സൂക്ക് വരുന്നത്. അതായത് നമ്മൾ മസ്ജിദുൽ ഖുബയിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫുഡ് പാത്താണിത്. അതിൻ്റെ എൻട്രിയിൽ തന്നെ ഇതുപോലൊരു അടിപൊളി ഫൗണ്ടൻ ഉണ്ട്. ആൻഡ് കുട്ടികൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അറിയാണ്ട് നമ്മളെ നാടുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ തിരിഞ്ഞ് കളിച്ച് നമ്മളിനി നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഗേറ്റ് നമ്പർ 310 ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ കയറാൻ പോണത്. ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സംസം കിട്ടും. പക്ഷേ അതിന് പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട്. അതവിടെ ചെന്നാൽ നമുക്കറിയാൻ പറ്റും. രാത്രി 9 മണിക്കോ 10 മണിക്കോ ശേഷം, അതുപോലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം. അപ്പോൾ ചെറിയ ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ജെറ്റ് പൈപ്സ് ആണുള്ളത് കേട്ടോ. ഈ പെട്രോൾ പമ്പ്സിൽ പെട്രോളൊക്കെ അടിക്കുന്ന ആ ഒരു സാധനമല്ലേ, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. വെള്ളം വേസ്റ്റ് ആവാണ്ടിരിക്കാനും ബോട്ടിൽസിൻ്റെ ചെറിയ വട്ടത്തിൻ്റെ ഉള്ളിലൂടെ കറക്റ്റ് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലത്തെ ജെറ്റ് പൈപ്സ്. നോർമൽ പൈപ്സും അപ്പുറത്തെ അവൈലബിൾ ആണ്. നമ്മൾ വലിയ ക്യാൻസും അതുപോലെ 5 ലിറ്ററിൻ്റെ കവേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും നോർമൽ ടാപ്സ് വഴി ഫില്ല് ചെയ്യാം. പിന്നെ ഇവിടെ മദീനയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പള്ളീൻ്റെ അകത്ത് കയറിയാലാണ് നമുക്ക് സംസം കുടിക്കാൻ പറ്റുക. പള്ളീൻ്റെ പുറത്ത് നോർമൽ വാട്ടർ മാത്രമേ അവർ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇതേപോലത്തെ ക്യാനുകളിലാക്കിയിട്ട് തന്നെയാണ് പുറത്തും വെച്ചിട്ടുള്ളത്. പക്ഷെ അതിന്മേൽ അവർ എഴുതിയിട്ടുണ്ടാവും സംസം എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് മാത്രമേ സംസം വാട്ടർ ഉള്ളൂ, അല്ലാത്തത് നമുക്ക് നോർമൽ വാട്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മദീനയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് മാക്സിമം എല്ലാ വക്തിനും പള്ളിൻ്റെ അകത്ത് തന്നെ കയറിയിട്ട് നിസ്കരിക്കാൻ ട്രൈ ചെയ്യുക. നിസ്കാരമൊക്കെ കഴിഞ്ഞ് 2 ഗ്ലാസ് സംസമൊക്കെ കുടിച്ച് നമ്മളെടുത്ത് 1-2 ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്തിട്ട് നമുക്ക് പോവാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് മദീനയിൽ സംസം ഭയങ്കര ഡിമാൻഡ് ആണല്ലോ എന്നാണ്. പക്ഷേ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ, പള്ളീൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റ് നമ്പർ 310 അടുത്തുള്ള ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മളടുത്ത് വലിയ വലിയ കവേഴ്സോ ക്യാൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് സംസം ഫില്ല് ചെയ്ത് നമ്മളെ റൂമിൽ കൊണ്ടുവന്ന് വെക്കാം. യൂഷ്വലി പള്ളി ഇങ്ങനെ കാലിയായി കിടക്കാറൊന്നുമില്ല കേട്ടോ. ഇത് ലൊഹറിൻ്റെ മുന്നേ ഉള്ള ഒരു സമയമാണ്. നമുക്ക് റൗലയ്ക്ക് രാവിലെ 10 മണിക്കുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് പള്ളി ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ട്. യൂഷ്വലി എപ്പോഴും പള്ളി ഇങ്ങനെ ഫുള്ളായിട്ടാണ് ഉണ്ടാവുക. അപ്പം നമ്മളുടെ ലേഡീസ് സൈഡിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമെത്തും. മദീനയിൽ നമ്മൾ ടോട്ടൽ 8 ദിവസമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ളൂ. ഗേറ്റ് നമ്പർ 338 നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ. ഇത് നേരെ ലേഡീസിൻ്റെ ആ ഒരു എൻട്രൻസിലേക്കാണ് എത്തുക. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലോ, അതൊക്കെ നോർമൽ ഡ്രിങ്കിങ് വാട്ടറാണ്, സംസം അല്ല. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. കേരള ഫുഡിനോട് വലിയ താല്പര്യമില്ലാത്ത ഞങ്ങൾക്ക് അതൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു കേട്ടോ. മാത്രമല്ല ഇവിടെ മട്ടൻ ഡിഷസ് ഭയങ്കര കോമൺ ആണ്. നാട്ടിലത്തെ ഏതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ ഇവിടുത്തെ മട്ടന് ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ ഭക്ഷണത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അത്ര മസാലാസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മീറ്റിൻ്റെ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടും കേട്ടോ. ഇന്ന് നമുക്ക് പള്ളീൻ്റെ അകത്ത് സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മദീനയിലെ ലാസ്റ്റ് ഡേ ആണ്. നാളെ സുബഹിക്ക് ശേഷം നമ്മളിവിടുന്ന് പുറപ്പെടുന്നതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഏകദേശം 50 ദിവസമായിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോവാന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം കേട്ടോ. വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഒരു ഗ്ലാസ് സംസുമുമായിട്ട് സുബഹിക്ക് ശേഷം ഞാൻ ഇറങ്ങുകയാണ് പള്ളിയിൽ നിന്ന്. മോർണിംഗ് 11 o'clock നമ്മളുടെ ഫ്ലൈറ്റ്. നമ്മൾ ഏകദേശം ഒരു 170 ആളുണ്ട്. മാത്രമല്ല ഈ ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് വേണ്ടി സ്പെഷ്യലി ചാർട്ടേഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ പേരാണ് അർക്കം. അപ്പോൾ ഇത്രയും ആളുകളെ കറക്റ്റ് ടൈമിൽ എയർപോർട്ടിൽ എത്തിക്കേണ്ടൊക്കെ കാര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ തന്നെ പുറപ്പെടുന്നത്. മദീന എയർപോർട്ടിൽ നിന്നും തന്നെയാണ് കേട്ടോ നമ്മൾ പുറപ്പെടുന്നത്. ഇന്നൊരു ലോങ് ജേണിയാണ് നമുക്കുള്ളത്. നമ്മൾ മദീന എയർപോർട്ടിൽ നിന്നും നേരെ പോകുന്നത് റാസൽ ഖൈമയിലേക്കാണ്. അവിടുന്ന് നമ്മളുടെ എയർക്രാഫ്റ്റിൽ ഫ്യൂൽ റീഫിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരെ നാട്ടിലേക്ക് പോണത്. ഇവിടുത്തെ ചൂടിൻ്റെ കാഠിന്യം കാരണമാണ് ഇങ്ങനെ പോവേണ്ടി വരുന്നത്. ഫുൾ ടാങ്ക് ഫ്യൂൽ വെച്ചിട്ട് സൗദിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റാസൽ ഖൈമ എത്താനുള്ള ഫ്യൂലാണ് ആദ്യം ചെയ്യുക. അങ്ങനെ റാസൽ ഖൈമ എത്തിയതിന് ശേഷം നമുക്ക് ഇന്ത്യയിലേക്ക് എത്താനുള്ള ഫ്യൂൽ വീണ്ടും റീഫിൽ ചെയ്യാണ് ചെയ്യുക. യാത്ര എന്ന് പറയുമ്പം ഫ്ലൈറ്റിലാണെങ്കിൽ കൂടി എപ്പോഴും അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ലല്ലോ. അപ്പം നമ്മൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ റിസാൻക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കയറി ഇരുന്നതിന് ശേഷം നല്ലോണം ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും അത്ര അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് എത്താനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു 4.5 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ റാസൽ ഖൈമയും കൂടെ പോയിട്ട് വരുന്നതുകൊണ്ട് എന്തായാലും ഒരു 2.5 to 3 hours ഡിലേ വരും. അപ്പോൾ ഏകദേശം ഒരു 11 മണിക്ക് ബോർഡ് ചെയ്ത നമ്മൾ ഇനി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. റാസൽ ഖൈമയിൽ ലാൻഡിങ് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റിൽ നിന്ന് പാസഞ്ചേഴ്സിനെ ഇറക്കുന്നില്ല. നമ്മളാണെങ്കിൽ രാവിലെ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു കാലി ചായ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള പൊറോട്ടയും അതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ ചിക്കനും പിന്നെ എന്തോ ഒരു റൈസും ആയിരുന്നു കേട്ടോ. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ സൗദിയിലേക്ക് പോകുന്ന സമയത്തും അതേപോലെ ഇപ്പോൾ തിരിച്ച് വരുന്ന സമയത്തും നമുക്ക് ഇതേപോലെ മീൽസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ്സ് ആണ്. ഇതിൽ വേറെ പാസഞ്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഹാജിമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സൗദിയിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം റാസൽ ഖൈമ എത്താനായിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് 2 ടേക്ക് ഓഫും 2 ലാൻഡിങ്ങും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആദ്യത്തെ ലാൻഡിങ് കഴിഞ്ഞു. നമ്മൾ റാസൽ ഖൈമ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോങ് ഡ്യൂറേഷൻ യാത്രയാണ്. എന്നാലും നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴും അതിൻ്റേതായിട്ടുള്ള വലിയ ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞങ്ങളതിന് ശേഷമുള്ള 2 ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആ സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥ കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റാണ്ടായിട്ട് ഫ്ലൈറ്റ് നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ടൈം ഡിലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ എയർക്രാഫ്റ്റിലേക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വന്ന ടാങ്കറാണത്. ആറ്റ്നോക് കമ്പനീൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ കൗതുകത്തോടെ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ടേക്ക് ഓഫിൻ്റെ സമയമായി. റാസൽ ഖൈമ എയർപോർട്ടിൽ നിന്ന് നമ്മളുടെ ക്യാബിൻ ക്രൂസൊക്കെ ചേഞ്ചായി നമുക്ക് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഒരു മീലിന് പുറമെ അവർ നമുക്കൊരു ടീ അല്ലെങ്കിൽ കോഫി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സൗദിയിലേക്ക് പോകുമ്പോഴും അതേപോലെ തിരിച്ചു വരുമ്പോഴും അവർ ഇതുപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മക്കയിലെ വീഡിയോസും മദീനയിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ ഞാനൊന്ന് തായിഫ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണേ. മക്കയും മദീനയും വിട്ട് തിരിച്ചു പോരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നെങ്കിലും വീട്ടിലെ പേരൻസിനെയും മക്കളെയൊക്കെ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 50 ദിവസമായിട്ടുണ്ട്.
ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഫാമിലീനെ കാണാനുള്ള നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. സോ ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.